പ്രൈസ് ലോർഡ്. യെശയ്യാവ് 66:9 ഇങ്ങനെ കാണുന്നു: ഞാൻ പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. പ്രസവിക്കുമാറാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് നിന്റെ ദൈവം അരുളിച്ചെയ്യുന്നു. പല വാഗ്ദത്തങ്ങളുടെയും ഒരു നിവർത്തീകരണത്തിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തടസ്സങ്ങൾ വർദ്ധിക്കാം. എല്ലാം ഓക്കെയായി, പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ തടസ്സമോ ഒക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഡെസ്പായി പോകാറുണ്ട്. ഇത്രയും ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഇത്രയും പ്രോസസ്സിംഗ് ഒക്കെ നടന്നു, എന്തുകൊണ്ട് കർത്താവേ ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു? എന്നാൽ ദൈവാത്മാവ് പറയാം, എന്നെ കേൾക്കുന്ന ഒത്തിരി പേരോട്, ഒത്തിരി വ്യക്തികളോട് ജീവിതത്തിൽ പല സ്റ്റെപ്പുകളും എടുത്തു വെച്ചിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ നേരിട്ട് ഭാരത്തോടെ ഇരിക്കുന്ന ഒരുപാട് വ്യക്തികളോട് ഞാൻ പറയാം, അവിടെ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ? ലാസ്റ്റ് മൊമെൻ്റ് വരെ കൊണ്ടുവന്നിട്ട് ദൈവം അതിനെ അടച്ചു കളയുന്ന ദൈവമല്ല. ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ആ വഴിയിൽ നീ എത്തപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ പതറിപ്പോകാതെ, പിറുപിറുക്കാതെ, ഭാരത്തോടെ ഇരിക്കാനല്ല, പ്രാർത്ഥിച്ച് വാഗ്ദത്തത്തെ നേടിയെടുക്കുവാൻ പ്രാർത്ഥനയോടെ, എന്നോട് എൻ്റെ ദൈവം ഇന്ന വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് തുറന്ന വഴിയാ, പിശാചേ നിനക്കതിനെ അടയ്ക്കാൻ കഴിയത്തില്ല എന്ന് നീ പ്രഖ്യാപിക്കാൻ തയ്യാറാകുമ്പോൾ നിന്റെ മുമ്പിൽ വഴികൾ തുറക്കപ്പെടും, വാഗ്ദത്തം നിറവേറും. വാഗ്ദത്തം ഉള്ളവൻ്റെ ജീവിതത്തിനകത്ത് ശത്രു ആ വാഗ്ദത്തം പ്രാപിക്കാതിരിക്കുവാൻ അവിടെ തടസ്സങ്ങൾ കൊണ്ടുവരും. നിന്നെ ആ നന്മയിലേക്ക് എത്തിക്കാതിരിക്കുവാൻ അവിടെ പ്രതിസന്ധി കൊണ്ടുവരും, പ്രതികൂലം കൊണ്ടുവരും, മറ്റുള്ളവരുടെ എതിർപ്പുകളുണ്ടാകും. പക്ഷേ അതിനെ വകവെച്ച് അവിടെ ഡ്രോപ്പ് ചെയ്യാനല്ല ദൈവാത്മാവ് പറയുന്നത്, അവിടെ നിർത്തിപ്പോകാനല്ല. പ്രാർത്ഥനയോടെ കേട്ട വാഗ്ദത്തത്തെ പ്രാർത്ഥനയോടെ നേടിയെടുക്കുവാൻ ഒരു നിയോഗമാണ് ഈ രാത്രികാലം പ്രാപിക്കേണ്ടത്. പലരുടെയും ജീവിതത്തിനകത്ത് തോൽവികൾ വന്നിട്ട് എന്നെയും കൊണ്ട് ഇനിയും അതിനെ എഴുതിയെടുക്കാൻ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് എനിക്ക് എഴുതിയെടുക്കാൻ കഴിയത്തില്ലെന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, അവരോട് ഞാൻ ഈ രാത്രികാലം ദൈവാത്മാവിൽ പറയാം, അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കാനല്ല. എത്ര എഫേർട്ട് എടുത്തിട്ടും പ്രാർത്ഥനയോടെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ, ദൈവസന്നിധിയിൽ നിങ്ങളുടെ കാര്യം ഭരമേൽപ്പിച്ച് നിന്റെ ഭാരം യഹോവയുടെ മേൽ ഭരമേൽപ്പിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം അത് ഏറ്റെടുക്കും. ദൈവത്തിൻ്റെ കാര്യം അവിടെ ചലിക്കും. അതൊരു ജോലി ആയിക്കോട്ടെ, ഒരു ശുശ്രൂഷ മേഖല ആയിക്കോട്ടെ, പഠനപരമായുള്ള വിഷയമായിക്കോട്ടെ, ഏതവസ്ഥയാണോ ലാസ്റ്റ് മൊമെൻറ്റിലകത്ത് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് കഴിയത്തില്ല, എനിക്കിനി പോകാൻ കഴിയത്തില്ല, എനിക്കിത് നേടാൻ പറ്റത്തില്ല, എനിക്ക് ആ രാജ്യത്ത് എത്തപ്പെടാൻ കഴിയത്തില്ല, എനിക്ക് ആ ജോലി ലഭിക്കത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ സബ്ജക്റ്റ് എഴുതിയെടുക്കാൻ കഴിയത്തില്ല എന്നോർത്ത് ഭാരപ്പെട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യാനല്ല, ആ പ്രതിസന്ധിക്കകത്ത് വാഗ്ദത്തത്തെ ഓർപ്പിച്ചുണർത്തി കരയാൻ തയ്യാറാകുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും, അവിടെ ദൈവമഹത്വം ഉണ്ടാകും. കുഞ്ഞെ, നീ പ്രാർത്ഥിക്കുന്ന കുഞ്ഞാണെങ്കിൽ, നീ കരയുന്ന കുഞ്ഞാണെങ്കിൽ, നീ ഉപവസിക്കുന്ന കുഞ്ഞാണെങ്കിൽ, ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന കുഞ്ഞാണെങ്കിൽ, ഒരനുതാപമുള്ള കണ്ണുനീരുള്ള ഹൃദയത്തോടെ നീ ദൈവത്തിൽ കരയുന്ന വ്യക്തിയാണെങ്കിൽ, നിനക്ക് പ്രതിസന്ധി വർദ്ധിക്കും, പ്രതികൂലം വർദ്ധിക്കും, പ്രശ്നങ്ങൾ വർദ്ധിക്കും. അല്ലാത്തവരുടെ ലൈഫിൽ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും. പക്ഷേ വാഗ്ദത്തമുള്ളവരുടെ ജീവിതത്തിൽ കുറച്ച് കാലതാമസവും കുറച്ച് സ്ട്രഗിൾസിനകത്തൂടെ ആ വാഗ്ദത്തത്തെ നേടിയെടുക്കാൻ കഴിയത്തുള്ളൂ. അത് ഒരു ദൈവമഹത്വത്തിനു വേണ്ടിയാണ്, തിന്മയ്ക്കല്ല, വലിയൊരു ദൈവപ്രവൃത്തിയുടെ തുടക്കമാവത്. അതുകൊണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്യാതെ പ്രാർത്ഥന കൊണ്ട് അതിനെ നേടിയെടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ വലിയ ദൈവപ്രവൃത്തി, ദൈവം നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ആ ദൈവിക മഹത്വം വെളിപ്പെടുവാനിടയായിത്തീരും. ശത്രുവിന് വിട്ടുകൊടുക്കാനല്ല,
പ്രാർത്ഥിച്ച് അതിനെ നേടിയെടുക്കാൻ ഒരു നിയോഗമായി രാത്രികാലം പ്രാപിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. അങ്ങനെ ഒരു നിയോഗം, അങ്ങനെ ഒരു ഉറപ്പ്, ഒരു വാഞ്ച, എനിക്കത് പ്രാപിക്കണം, ഞാനത് പ്രാപിക്കും എന്നൊരു നിശ്ചയദാർഢ്യം ഈ രാത്രികാലം ആത്മാവിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടാകട്ടെ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. വഴി തുറന്നിട്ട് അടച്ചു കളയുന്ന ദൈവമല്ല, കരുണയുള്ള ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. വാക്കു പറഞ്ഞാൽ മാറുന്ന ദൈവത്തെയല്ല നീ സേവിക്കുന്നത്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന, അവനത് നിവർത്തിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.